അപ്പോൾ ഇന്ന് ഒരു അപ്ഡേഷൻ തരാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. സമീപകാലത്തായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 4-5 വർഷം മുന്നേ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് നെയിൽ ആർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനവും നെയിൽ എക്സ്റ്റൻഷനും. ഇതൊക്കെ എൻ്റെ ഒരു ഫോട്ടോ തന്നെ എൻ്റെ വിരലിൽ പ്രിൻ്റ് ചെയ്ത് വന്നെങ്കിൽ ഉള്ള സംവിധാനത്തിലുള്ള മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ സാധാ നെയിൽ പോളിഷിൽ നിന്നൊക്കെ മാറിയിട്ട് അക്രലിക്കിൻ്റെ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ജെൽ നെയിൽ പോളിഷൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഷോപ്പാണ്. അതായത് ബ്യൂട്ടി പാർലർ എക്യുപ്മെൻറ്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ഹോൾസെയിലിൽ ചെയ്യുന്ന, അതേസമയം ആളുകൾ 1-2 ആഴ്ച കൊടുക്കില്ല എന്നല്ല, അങ്ങനെയും കൊടുക്കാറുണ്ട്, ചെയ്യുന്ന ഒരു ഷോപ്പാണ്. ഹായ്, എല്ലാവർക്കും മിഡാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ചെയ്യുന്ന വീഡിയോസ് എന്ന് പറയുന്നത് പ്രൊഫഷണലായിട്ടുള്ള ബ്യൂട്ടി സെഗ്മെൻറ്റിലുള്ള ആളുകൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസാണ് കൂടുതലും ചെയ്യുന്നത്. കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് ആവശ്യപ്പെടുന്നതനുസരിച്ചുള്ള വീഡിയോസ് കൂടി ഉൾപ്പെടുത്താറുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഷോപ്പാണ്. അതായത് ബ്യൂട്ടി പാർലർ എക്യുപ്മെൻറ്റ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ഹോൾസെയിലിൽ ചെയ്യുന്ന, അതേസമയം ആളുകൾ 1-2 ആഴ്ച കൊടുക്കില്ല എന്നല്ല, അങ്ങനെയും കൊടുക്കാറുണ്ട്, ചെയ്യുന്ന ഒരു ഷോപ്പാണ്. പലരും അക്കാഡമിയാണോ, പലരും സലൂണാണോ എന്നൊക്കെ വിചാരിച്ച് വിളിക്കാറുണ്ട്. അപ്പോൾ നമ്മളൊരു ഷോപ്പാണ്. അപ്പോൾ അത് ഞാനൊന്ന് വീണ്ടും റിമൈൻഡ് ചെയ്യണം. ഞാൻ ഒട്ടുമിക്ക വീഡിയോസിനും പറയാറുണ്ട്. ഒപ്പം ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് എങ്കിൽ നിങ്ങൾ ഞങ്ങളുടെ മറ്റുള്ള വീഡിയോസ് കൂടി നോക്കിയിട്ട് നിങ്ങൾക്ക് ഈ ചാനൽ ഏതെങ്കിലും രീതിയിൽ ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ നിങ്ങൾക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു അറിവ് പ്രയോജനപ്പെടുത്തുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ഉറപ്പായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ ഞങ്ങൾ ഈ പറയുന്ന വീഡിയോകൾ നിങ്ങൾ കേൾക്കുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഇന്ന കാര്യത്തെക്കുറിച്ച് ചെയ്യാൻ പറഞ്ഞാൽ നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് ചെയ്യാവുന്ന കാര്യങ്ങളാണെങ്കിൽ നമുക്ക് ചെയ്യുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ അത്തരത്തിലുള്ള വീഡിയോസാണ് നമ്മൾ കൂടുതൽ അപ്ഡേറ്റ് ചെയ്യുക. പിന്നെ മറ്റൊന്ന്, ഞാൻ പലപ്പോഴും പല വീഡിയോയും ചെയ്യുമ്പോൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് നിലവിൽ കൊച്ചിയിൽ മാത്രമാണ് നമ്മുടെ സ്ഥാപനം ഉള്ളത് എന്ന്. നമ്മുടെ പേരിൻ്റെ പല നുറുങ്ങുകൾ ഇട്ടിട്ടൊക്കെ പല കാര്യങ്ങളും പലരും ചെയ്യുന്നതായിട്ട് പലരും നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് പറയുകയാണ്, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നതെങ്കിലും വളരെ ഒരു മാറ്റം വരുന്ന സമയങ്ങളിൽ നമ്മൾ മാറ്റാൻ ഉദ്ദേശിക്കുന്നത് മലബാർ മേഖലയിലുള്ള കസ്റ്റമേഴ്സ്, ഇവിടുന്ന് കൊറിയറൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ എല്ലാവരും വളരെ കാലമായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾക്ക് മലബാർ മേഖലയിലേക്ക് ഒരു ഷോപ്പ് വേണം, എറണാകുളം വരെ വരാൻ പാടാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ വയനാട് നിന്ന് 4-5 ആൾ കൂടി ഒരുമിച്ച് ഇവിടെ ഒന്ന് പർച്ചേസ് ചെയ്തിട്ട് പോയി. അപ്പോഴും അവർ പറഞ്ഞാൽ അവർക്കൊക്കെ വലിയ സന്തോഷം വരുന്ന ഒരു വാർത്തയാണ്. 1-2 മാസങ്ങൾക്കുള്ളിൽ നമ്മളുടെ പുതിയ ഷോപ്പ് കാലിക്കറ്റ് പ്രവർത്തനം ആരംഭിക്കുന്നതാണ്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസൊക്കെ ഇനാഗ്രേഷൻ കാര്യങ്ങളൊക്കെ ആവുന്ന മുറയ്ക്ക് നമ്മളുടെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഹാൻഡിൽസിലും എല്ലാത്തിലും വരും. നമ്മുടെ സോഷ്യൽ മീഡിയ നിങ്ങൾക്കറിയാം, ഇൻസ്റ്റഗ്രാം ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലാത്ത ആളുകളാണെങ്കിൽ മിഡാസ് ബ്യൂട്ടി മാർട്ട് കൊച്ചി എന്ന് ഇൻസ്റ്റഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ പ്രൊഫൈൽ നിങ്ങൾക്ക് ലഭ്യമാണ്. സെയിം തന്നെ ഫേസ്ബുക്കിലും സെയിം പേരിൽ ലഭ്യമാണ്. ഒപ്പം ഈ ചാനലും ഇത്തരത്തിലുള്ള ഞങ്ങളുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസിലൂടെ നിങ്ങൾക്ക് കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇന്ന് ഒരു അപ്ഡേഷൻ തരാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് നിങ്ങൾ പരിചയപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ വീഡിയോ ചെയ്തത്. വീഡിയോ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സാധനം നെയിൽ ഡ്രില്ലറാണ്. സമീപകാലത്തായിട്ട് നമ്മൾ ഏതാണ്ട് ഒരു 4-5 വർഷം മുന്നേ നമ്മൾ പറഞ്ഞു തുടങ്ങിയതാണ് നെയിൽ ആർട്ട് എന്ന് പറയുന്ന ഒരു സംവിധാനവും നെയിൽ എക്സ്റ്റൻഷനും. ഇതൊക്കെ അപ്പോൾ അന്ന് മുഖം തിരിച്ച പല കസ്റ്റമേഴ്സും ഇപ്പോൾ ഭയങ്കര എന്താ പറയുക, ആർത്തിയോട് കൂടിയിട്ട് ഇപ്പോൾ നെയിലിൻ്റെ കാര്യങ്ങൾ പഠിക്കാനായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ഇതിന് മുന്നേ ചെയ്തിരുന്ന നമ്മുടെ കൺസെപ്റ്റുകൾ മാറ്റിക്കൊണ്ടുള്ള പുതിയ പുതിയ മിഷനറീസും കാര്യങ്ങളും എത്തുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഇപ്പോൾ എൻ്റെ ഒരു ഫോട്ടോ തന്നെ എൻ്റെ വിരലിൽ പ്രിൻ്റ് ചെയ്ത് വന്നെങ്കിൽ ഉള്ള സംവിധാനത്തിലുള്ള മെഷീൻസ് ഇവിടെ അവൈലബിൾ ആണ്. അത് വരും ദിവസങ്ങളിൽ നമ്മൾ അതിൻ്റെ ഒരു ഡെമോ നിങ്ങൾ ചെയ്ത് കാണിക്കും. അപ്പോൾ അങ്ങനെ ഒട്ടനവധി അപ്ഡേറ്റഡ് ആയ മെഷീനറീസിൻ്റെ കൂട്ടത്തിൽ വന്ന ഒന്നാണ് ഈ നെയിൽ ഡ്രില്ല്. അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ സാധാ നെയിൽ പോളിഷിൽ നിന്നൊക്കെ മാറിയിട്ട് അക്രലിക്കിൻ്റെ നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ചെയ്ത് ജെൽ നെയിൽ പോളിഷൊക്കെ ചെയ്ത് തുടങ്ങി. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിച്ചിരുന്ന നെയിൽ പോളിഷ് റിമൂവറോ അതല്ലെങ്കിൽ ജെൽ നെയിൽ പോളിഷ് റിമൂവ് ചെയ്യാൻ കഴിയുന്ന, ജെൽ നെയിൽ പോളിഷ് അല്ല സാധാ റിമൂവ് ചെയ്യാൻ കഴിയുന്ന, അതേപോലെ തന്നെ അസറ്റോണൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്തുകൊണ്ടിരുന്ന കാര്യം, ജെൽ നെയിൽ പോളിഷും അക്രലിക്കൊക്കെ വന്നതിന് ശേഷം ഇതൊന്നും ഉപയോഗിച്ചിട്ട് ചെയ്യാൻ സാധ്യമല്ല. അത് റിമൂവ് ചെയ്യാനായിട്ട് പർട്ടിക്കുലർ അതിൻ്റെ സോൾവെൻ്റൊക്കെ ഉണ്ട് എങ്കിൽ പോലും നമ്മുടെ നെയിലിൻ്റെ ഡ്രില്ലാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന് നിങ്ങൾക്ക് നല്ല പരിശീലനം ആ കാര്യത്തിൽ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ നെയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് പല റേഞ്ചിൽ, എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഒരു 1450 രൂപ മുതലുള്ള ഡ്രില്ല് ഇപ്പോൾ നമ്മുടെ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പക്ഷേ ഞാൻ നിങ്ങൾ പരിചയപ്പെടുന്ന ഇന്ന് ഏകദേശം ഒരു 170ഓളം രാജ്യങ്ങളിൽ വിപണനം നടത്തുന്ന ഒരു കൊറിയൻ കമ്പനിയുണ്ട്, സ്ട്രോങ് 210 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കൊറിയൻ കമ്പനി. അതിൻ്റെ ബ്രാൻഡ് നെയിം ഞാൻ പിന്നീട് സാധനം കാണിക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ആ ഒരു മെഷീനെ കുറിച്ചിട്ട് നിങ്ങൾ പരിചയപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അതിന് കാരണം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇതായിട്ട് വരുന്ന ഈ നെയിൽ റിമൂവ് ചെയ്യുന്ന സമയങ്ങൾ, അസറ്റോണോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മൾ റിമൂവ് ചെയ്യാൻ ശ്രമിച്ചാലും മിക്കവാറും കുറേയൊക്കെ പൊട്ടി നെയിലിൻ്റെ സൈഡിലിരിക്കുകയും പൂർണ്ണമായിട്ട് റിമൂവ് ചെയ്യാനും ക്ലീൻ ആക്കാനും കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഡ്രില്ലെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നെയിൽ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമുള്ളതാണോ? അല്ല, നമ്മൾ നെയിൽ ഷേപ്പ് ചെയ്യാനായിട്ട്, ഇനി കട്ട് ചെയ്ത നെയിലിൻ്റെ ഷേപ്പ് പോയതൊന്നുകൂടെ ഷേപ്പ് ചെയ്യും, ഒപ്പം നീളം കുറയ്ക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ചെയ്യാൻ ഉതകുന്ന ഒരു ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ നെയിൽ ഇൻഡസ്ട്രിയിൽ വരുന്ന
ഒരു മെഷീനിൽ ഒന്നാണ് ഈ പറയുന്ന നെയിൽ ഡ്രില്ലർ. അപ്പോൾ ഞാൻ നിങ്ങളെ കുറേ നെയിൽ ഡ്രില്ലറിൻ്റെ ഒപ്പം ഞാൻ കാണിക്കാൻ പോകുന്ന നെയിൽ ഡ്രില്ലർ കൂടി ജസ്റ്റ് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ഞാൻ നമ്മളുടെ സ്റ്റോറിലുള്ള കുറച്ച് നെയിൽ ഡ്രയേഴ്സ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്, നെയിൽ ഡ്രില്ലർ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ സ്റ്റാർട്ടിങ് 1450 രൂപ മുതൽ. മെഷീൻ ജസ്റ്റ് ഞാൻ തുറന്ന് കാണിച്ചു തരാം, കാരണം ഇതെല്ലാം നമ്മൾ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മെഷീൻ. അപ്പോൾ ഓരോ സാധനങ്ങൾക്കും ഓരോ ക്വാളിറ്റി ഉണ്ടാവുന്നുള്ള കാര്യം ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടില്ല. ഇതിങ്ങനെ ഒരു 1450 രൂപ മുതൽ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു 16,500 റേഞ്ചിൽ വരെ വരുന്ന മെഷീനറീസ് ഉണ്ട്. ഇതൊക്കെ കുറഞ്ഞ റേഞ്ചിലുള്ള മെഷീൻസാണ്. കാണിക്കാൻ ഉദ്ദേശിക്കുന്ന മെഷീൻ സൈഷിങ്. ഇതൊരു കൊറിയൻ പ്രൊഡക്റ്റാണ്. ഈ മറ്റുള്ള പ്രൊഡക്റ്റുകളിൽ നിന്നൊക്കെ ഉള്ളൊരു വ്യത്യാസം സിംപ്ലി നമുക്ക് ഈ മെഷീൻ പിടിച്ചു നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇതൊരു 2 കിലോ അല്ല വേണ്ട, ഒരു 1.5 കിലോ ഉള്ളുവെങ്കിൽ ഇതൊരു 5 കിലോൻ്റെ അടുത്ത് ഏകദേശം ഉണ്ടാവും. ഇനി 5 കിലോ ഒരു 4 കിലോൻ്റെ അടുത്തെങ്കിലും ഉണ്ടാവും. അപ്പോൾ ഈ ഒരു മെഷീൻ ഏകദേശം 170ഓളം രാജ്യങ്ങളിൽ, ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, 170ഓളം രാജ്യങ്ങളിൽ വിൽപ്പന നടത്തുന്ന മെഷീനാണ്. അപ്പോൾ ഇത് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് മാർക്കറ്റ് ചെയ്യുന്നത് മിഡാസിൽ വന്നിട്ടുള്ള ആരെങ്കിലുമൊക്കെ പലർക്കും അറിയാൻ കഴിയും. നമ്മുടെ ഇവിടെ എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ട് ഒരു നെയിൽ പോളിഷ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നെയിൽ പോളിഷ്, അതിൻ്റെ ജെൽ നെയിൽ പോളിഷ്, അതുപോലെ തന്നെ അതിൻ്റെ മോണോമർ, അതുപോലെ അതിൻ്റെ അക്രലിക് പൗഡേഴ്സ്, ക്രോം പൗഡേഴ്സ്, നെയിൽസ്, ഫേക്ക് നെയിൽസ്, അങ്ങനെ ഏറ്റവും സെറ്റ് സാധനങ്ങളുള്ള അമേരിക്കയിൽ നിന്ന് ഇവിടെ ഇമ്പോർട്ട് ചെയ്തിട്ട് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പോൾ അതിന് ഒരു വ്യത്യാസം നിങ്ങൾക്ക് അറിയണമെങ്കിൽ എന്താ വെച്ച് കഴിഞ്ഞാൽ, അതിൻ്റെ നെയിൽ പോളിഷ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു 1500, 1600 റേഞ്ച് വില വരും. ക്വാണ്ടിറ്റി കൂടുതലാണ്. പക്ഷേ അത് റേഞ്ചിലുള്ള നെയിൽ പോളിഷ് സാധാ ഉപയോഗിക്കുന്ന, സാധാ മീൻസ് ജെൽ നെയിൽ പോളിഷുകളിൽ തന്നെ പലതും നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങളൊന്ന് ആ ഒരു ഇത് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഒരു 2-3 സ്ട്രോക്ക് ഇട്ടാൽ മാത്രമേ കംപ്ലീറ്റ് ആവൂ. പക്ഷേ നിങ്ങളിവിടെ ആ ഒരു സാധനം വാങ്ങിച്ചിട്ട് അതേ സാധനം നിങ്ങൾ ജസ്റ്റ് ഒരു സ്ട്രോക്ക് ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് കംപ്ലീറ്റ് ആവണതാണ്. അത്രത്തോളം ഫിനിഷിങ്ങും ക്വാളിറ്റിയും ഉള്ളതാണ്. അപ്പോൾ അവരുടെ ഡ്രില്ലിങ്ങിന് വേണ്ടിയിട്ട് അവർ ഇമ്പോർട്ട് ചെയ്തതാണ് ഈ ഒരു മെഷീൻസ്. അപ്പോൾ ഞാൻ ഈ മെഷീൻ ഒന്ന് നിങ്ങളെ കൂടുതലായിട്ട് പരിചയപ്പെടുത്താം. ഈ മെഷീൻ്റെ വില വരുന്നത് എനിക്ക് തോന്നുന്നു 16,000 രൂപയാണ് ഇതിൻ്റെ MRP വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മിഡാസിൽ വന്നു കഴിയുമ്പോൾ ഏതാണ്ട് നമ്മുടെ 99% സാധനങ്ങൾ നിങ്ങൾക്കറിയാം ഡിസ്കൗണ്ടിലാണ് നൽകുന്നത്. ഇതിൻ്റെ ഡിസ്കൗണ്ട് റേറ്റ് ഷോപ്പിൽ വരെ ഞാനിപ്പോൾ എടുത്തുകൊണ്ട് വന്നപ്പോൾ എത്ര പെർസെൻറ്റേജാണ് എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല. ഞാനപ്പോൾ മെഷീൻ പരിചയപ്പെടുത്തുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉണ്ടായത്. അപ്പോൾ 16,000 ഇതിൻ്റെ MRP എന്ന് എനിക്കറിയാം. പക്ഷേ നിങ്ങൾക്ക് ഒരു ആ മെഷീൻ തുറന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മറ്റുള്ള മെഷീൻസുമായിട്ടുള്ള വ്യത്യാസം, അതിൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ മനസ്സിലാവും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ഓപ്പൺ ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത്. ഓക്കെ, അപ്പോൾ എക്സ്പ്രസോ എന്ന് പറഞ്ഞ കമ്പനിയുടെ ആണ് മെഷീൻ. അപ്പോൾ നമ്മളിത് മെഷീൻ്റെ മെയിൻ പാർട്ടായിട്ടുള്ള ഡ്രില്ലിങ് യൂണിറ്റിൻ്റെ മെയിൻ പാർട്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു നോബ് വരും. അതുപോലെ തന്നെ സൈഡിൽ, ഇതിൻ്റെ ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ, എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് ഈ ഡ്രില്ല് ഫോർവേഡും റിവേഴ്സും ചെയ്യിക്കാനുള്ള, അതായത് 2 ഡയറക്ഷനിലും ആ ഡ്രില്ല് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് ഇത് ഓണും ഓഫും ആക്കുന്ന സ്വിച്ചാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഇതിൻ്റെ മെഷീൻ ഞാൻ കണക്ട് ചെയ്യുമ്പോൾ കാണിച്ചു തരാം. ദെൻ സൈഡിൽ അതേപോലെ തന്നെ നമ്മളുടെ ഫുട്ട് വെച്ചിട്ട് ഇതിൻ്റെ സ്പീഡും കാര്യങ്ങളും കൺട്രോൾ ചെയ്യാനുള്ള ഒരു യൂണിറ്റ് കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ദെൻ ഹാൻഡ് ആൻഡ് ഫുട്ട്, ആ മെഷീൻ ഓണാക്കാനുള്ള സാധനങ്ങൾ, ഇത്രയും ഈ ഒരു ഡ്രില്ലിങ് യൂണിറ്റിലുണ്ട്. ഞാനിതിപ്പോൾ ഇവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഒപ്പം ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ഡ്രില്ല് ചെയ്യാനുള്ള സാധനം, ആ യൂണിറ്റാണ് ഈ കാണുന്നത്. ഇത് നമ്മൾ ഈ മെഷീൻ്റെ ഫ്രണ്ട് സൈഡിൽ ആണ് നമ്മൾ കണക്ട് ചെയ്യുക. ഏകദേശം എന്താ പറയുക, നല്ല വെയിറ്റാണ്. അതിൽ തന്നെ നമുക്ക് ഈ മെഷീൻ ക്വാളിറ്റിയുടെ വ്യത്യാസം ഞാൻ പറഞ്ഞു വന്നപ്പോൾ ഇപ്പോൾ ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ ഈ ഒരു ഇത് പിടിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം നമുക്കറിയാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ കണക്ട് ചെയ്യുന്നതിൻ്റെ ഫ്രണ്ട് സൈഡിലാണ്. അപ്പോൾ ഞാനിതിവിടെ പ്ലഗ് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മളുടെ ഡ്രില്ലിങ് യൂണിറ്റിൽ വരുന്ന നമ്മൾ ഉപയോഗിക്കുന്ന ബിറ്റ് ഇട്ടിട്ട് ഉപയോഗിക്കുന്ന സാധനം. ഇത് പലർക്കും സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതിനു മുമ്പ് 1-2 ആളുകൾ കൊണ്ടുപോയിട്ടുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് എന്ത് ചെയ്ത് ഊരിയെടുക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ സെൻറ്റർ പാർട്ടിൽ അവർ ടേൺ ചെയ്യാനുള്ള ഒരു സംവിധാനം കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ ടേൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സൗണ്ട് കേൾക്കാൻ പറ്റും. അത് ടേൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിറ്റ് കണ്ടോ സുഖമായിട്ട് നമുക്ക് ഊരിയെടുക്കാം. ഇനി ഈ ബിറ്റ് ഊരിയെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഇങ്ങനെ ഇവിടെ വെക്കാനുള്ള ഓരോരോ സ്പേസ് ആ ഡ്രില്ലിങ് യൂണിറ്റിൻ്റെ കൂടെ തന്നെ
കൊടുത്തിട്ട് ഡ്രില്ലിങ് യൂണിറ്റിൻ്റെ കൂടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അത് കൂടാതെ ഇതിൻ്റെ കൂട്ടത്തിൽ മൊത്തത്തിൽ ബിറ്റുകൾ ഇതേപോലെ ഏകദേശം 6 ബിറ്റ് വരും. അത് നമുക്ക് നെയില് ഡ്രില്ല് ചെയ്ത് ഈ പറഞ്ഞ പോലെ ജെല്ല് ചെയ്തതോ കാര്യങ്ങളോ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ നെയിൽ ഷേപ്പ് ചെയ്യാനും നീളം കുറയ്ക്കാനൊക്കെ വേണമെങ്കിൽ പറ്റും. ഞാനപ്പോൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ ബിറ്റ് ഒന്ന് കാണിച്ചു തരാം. തുറക്കുമ്പോൾ കാണുന്ന ബിറ്റ് ഇതാണ്. പക്ഷേ ഈ ബിറ്റ് നമുക്ക് മാർക്കറ്റിൽ ഇപ്പോൾ ഇവിടെ തന്നെ നമുക്ക് വേറെയും അവൈലബിൾ ആണ്. പക്ഷേ ഈ ഒരു ബിറ്റിൻ്റെ ക്വാളിറ്റി ഇതിൽ നിന്ന് ഇപ്പോൾ എടുക്കുക. നമ്മൾ ഓരോന്നിനും ഓരോ ആവശ്യത്തിനുള്ള ഡ്രില്ലുകളുണ്ട്. ഇപ്പോൾ ഇതിൽ നിന്നൊരു ബിറ്റ് ഞാൻ എടുത്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി നമുക്ക് പിടിക്കുമ്പോൾ മനസ്സിലാവും. സാധാരണഗതിയിൽ എന്താ സംഭവിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബിറ്റ് നമ്മൾ മെഷീനിൽ ഇട്ടിട്ട് കുറച്ച് ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഗ്രിപ്പൊക്കെ ശരിക്കും നമ്മുടെ ഉപയോഗം കുറച്ച് കഴിയും. അപ്പോൾ നമ്മൾ വേഗം ഗ്രിപ്പ് മാറ്റേണ്ടി വരും, ഈ ബിറ്റുകൾ മാറ്റേണ്ടി വരും. പക്ഷേ ഈ മെഷീൻ്റെ ഇത് നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാം അത്രത്തോളം സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ കണ്ടൻറ്റ്, അല്ലെങ്കിൽ അത്രത്തോളം നല്ല ഒരു ഫിനിഷിങ്ങിലും ഇതിൻ്റെ വെയിറ്റൊക്കെ നമുക്ക് മറ്റുള്ള സാധനമായിട്ട് പിടിക്കുമ്പോൾ അറിയാൻ പറ്റും. നമുക്ക് ഈ ബിറ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഓരോന്നായിട്ട് എടുത്തിട്ട് അതിനനുസരിച്ചുള്ള കണ്ടോ ഓരോ സ്ഥലത്ത് നമുക്കിത് ഓരോന്നായിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേണമെങ്കിൽ പ്ലേസ് ചെയ്ത് വയ്ക്കാം. അതിനായിട്ട് ഇവിടെ ഡോട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബിറ്റ് ഞാനിപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്ന് ഫിക്സ് ചെയ്യാം. അതിലേക്ക് ഇട്ടു. അതിന് ശേഷം നമ്മൾ ഇവിടെ നിന്ന് ഞാൻ നേരത്തെ കാണിച്ച ഇത് വെച്ചിട്ട് ലോക്ക് ചെയ്തു. ഇതാണ് അതിൻ്റെ ലോക്ക് ചെയ്യുന്നത്. അതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ മെഷീൻ ഒന്ന് ഓണാക്കി നോക്കാം. ഇരിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഉള്ളിലെ മോട്ടർ വർക്ക് ചെയ്യണതിൻ്റെ ആ ഒരു പവർ, ആ ഒരു ഫാൻ, അതിൻ്റെ ആ ഒരു എയർ പുറത്തേക്ക് തള്ളുമ്പോൾ നമുക്ക് കയ്യിൽ പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നല്ലൊരു തണുപ്പ്. ഇതാണ് ഇതിപ്പോൾ ഈ ഡ്രില്ല് ഇതിൽ തന്നെ കാണുമ്പോൾ അറിയാൻ പറ്റും നല്ല ഫിനിഷിങ്ങിൽ. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് കറങ്ങണമെങ്കിൽ തന്നെ ഇപ്പോൾ ഇത് നേരെ ഓപ്പോസിറ്റായി തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു സ്വിച്ച്. ഓക്കെ, അത്രയും പവറുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് തന്നെ തെറിച്ചുകൊണ്ട്. മറ്റൊന്ന് ഇതിൻ്റെ സ്പീഡ് കണ്ടോ, ഇപ്പോൾ കൺട്രോളായി. സ്പീഡ് കുറഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ തുടക്കക്കാർക്ക് പ്രത്യേകിച്ചും എക്സ്പീരിയൻസ് ഇല്ലാത്ത ആളുകൾക്ക് തുടങ്ങുമ്പോൾ പയ്യെ ചെയ്ത് തുടങ്ങാനും പ്രാക്ടീസ് ചെയ്യാനൊക്കെ എളുപ്പമുണ്ട്. അത് നമുക്ക് അതിൻ്റെ സ്പീഡ് RPM ഇവർ എഴുതിയിട്ടുണ്ടായിരുന്നു. 5000 വരെ കൂട്ടാൻ കഴിയുന്ന രീതിയിലുള്ള RPM ഉള്ളൊരു മെഷീനാണ്. ഇത് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഒരു എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇതിൻ്റെ ഒരു കാറ്റ് നമ്മുടെ കയ്യിലേക്ക് തട്ടണത്. അപ്പോൾ ഇതിൻ്റെ സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഇത് വെച്ചിട്ട് സാധിക്കും. അപ്പോൾ ഇത് നമുക്കിവിടെ സ്വിച്ച് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ മെഷീൻ ഓഫായി. അത് കൂടാതെ നമുക്ക് ഇനി അടുത്തൊരു സാധനം കൂടി ഇതിൻ്റെ കൂടെ കാണിച്ചു തരാം. നമുക്കിപ്പോൾ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചു. പക്ഷേ നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നിലത്ത് ഉരുണ്ട് വീഴാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഈ സാധനം ഹോൾഡ് ചെയ്യാനായിട്ട് കമ്പനി ഇങ്ങനെ ഒരു സാധനം കൊടുത്തിട്ടുണ്ട്. വളരെ സേഫായിട്ട്. കാരണം ഇതിൻ്റെ 2 മെയിൻ പ്രധാനപ്പെട്ട 2 എന്താ പറയുക ഇതിൻ്റെ ഹാർട്ട് എന്ന് പറയുന്ന സാധനങ്ങളാണ് ഈ കാണുന്നത്. അപ്പോൾ ഇത് നിലത്ത് വീണാൽ പെട്ടെന്ന് കംപ്ലയിൻ്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത്രത്തോളം സൂക്ഷിച്ചിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അതിൻ്റെ പ്രോപ്പർ സ്ഥലങ്ങളിൽ നിങ്ങൾ ഉപയോഗിച്ച് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ മെഷീൻ ലോങ് ലാസ്റ്റ് ചെയ്യും. അടുത്ത് ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് ഇതേ മെഷീൻ തന്നെ നമുക്ക് കാലിൽ വേണമെങ്കിൽ കൺട്രോൾ ചെയ്യാൻ കഴിയുന്ന രീതിയിൽ അതിൻ്റെ കണക്ഷൻ നമുക്കിവിടെ ബാക്ക് സൈഡിലുണ്ട്. ഞാനത് ഇവിടെ ബാക്ക് സൈഡിൽ നിന്ന് കണക്ട് ചെയ്യാം. ഓക്കെ, നമ്മളിത് അതിന് ശേഷം ഞാനിതിപ്പോൾ കാലിൽ വെക്കാനുള്ള ഈ ഒരു ഇത് കയ്യിലേ വെക്കണുള്ളൂ. നമുക്കിത് വെച്ചിട്ട് ഉണ്ടോ വർക്ക് ചെയ്യുമ്പോൾ ഇത് നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് താഴെ കാലിൽ വെച്ചുകൊണ്ട് തന്നെ അപ്പോൾ നമുക്ക് ഇതിൽ സ്പീഡ് കൂട്ടി കുറയ്ക്കുക, അല്ലെങ്കിൽ ഓണാക്കി ഓഫാക്കിയിട്ട്, അല്ലെങ്കിൽ എന്താ കുഴപ്പം വെച്ചാൽ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് ഫുള്ള് സ്പീഡിൽ ഇവിടെ നിന്നാണെങ്കിൽ കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷേ ഇത് നമുക്ക് ആവശ്യാനുസരണം മാത്രം ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ ഇതിൻ്റെ ഒരു കൺട്രോളിങ് പവർ ഒരു യൂണിറ്റ് ബാക്ക് സൈഡിൽ നിന്ന് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സാധനമാണ് ഈ ഒരു മെഷീനിൽ ഉണ്ടാവുക. അപ്പോൾ ഈ ബിറ്റ് നമ്മുടെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന പാർട്ട് കണ്ടോ, ഇത് അനങ്ങണാണ്. ഇത് ഇങ്ങോട്ട് തിരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബിറ്റ് ഓപ്പണായി എടുക്കാം. അതേപോലെ തന്നെ ഇത് തിരിച്ചെടുത്ത് വയ്ക്കാം. നമ്മൾ സ്ഥിരം ചെയ്യുന്ന സമയത്താകുമ്പോൾ നിങ്ങൾക്ക് ബിറ്റ് ഇതേപോലെ എടുത്ത് വെച്ചാൽ ഇവിടെ നമുക്ക് ഈ മെഷീനോട് തന്നെ അറ്റാച്ച് ചെയ്ത് വെക്കാനുള്ളൊരു സംവിധാനം ഉണ്ടായിരിക്കും. അപ്പോൾ ഇതിൻ്റെ ഈ ബിറ്റ് ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. ഇതിലുണ്ടായിരുന്ന ബിറ്റ് അതിനുശേഷം ഇതിവിടെ വയ്ക്കാം. സേഫ് ആൻഡ് സെക്യൂറായിട്ട് ഇരുന്നോളൂ. ഇത് ഞാൻ തിരിച്ചെടുത്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മെഷീൻ നിങ്ങൾക്കറിയാം, എന്തൊരു സാധനം നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാലും
ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് വെച്ചിട്ടാണ് നമ്മളത് യൂസ് ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ വർക്കിലും ആ ക്വാളിറ്റി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. പ്രത്യേകിച്ചും പ്രൊഫഷണലായിട്ട് വർക്ക് ചെയ്യുന്ന എല്ലാവരും തന്നെ അവരവരുടെ ടൂൾസിൻ്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധാലുക്കളായിരിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് നെയിലിൻ്റെ നല്ലൊരു വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു പ്രൊഫഷണൽ ലെവലിലേക്ക് ചിന്തിക്കുന്ന പ്രൊഫഷണൽ ലെവലിലേക്ക് വളരണമെന്ന് ആഗ്രഹമുള്ള ആളുകൾക്കാണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സജസ്റ്റ് ചെയ്യുന്ന ഒരു സൂപ്പർ മെഷീനാണ്. ഞാനിത് പ്രത്യേകം പറയാൻ കാരണം ഞാൻ ഇതിനു മുന്നേ നിങ്ങൾ കുറേ മെഷീൻസ് കാണിച്ചു. അപ്പോൾ ഈ ഒരു മെഷീൻ നിങ്ങൾക്ക് മേടിച്ച് കഴിഞ്ഞാൽ വളരെ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും നിങ്ങളുടെ നെയിലിൻ്റെ വർക്കുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇങ്ങനൊരു പാക്കേജ് വളരെ ക്ലിയറായിട്ട് ഒരു പാക്കേജിലാണ് വരിക. ഏകദേശം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 170ഓളം കമ്പനികൾ ഏകദേശം 170ഓളം രാജ്യങ്ങളിൽ ഇതിൻ്റെ പ്രസൻസ് ഉള്ളതാണ്. അത്ര നല്ലൊരു പ്രൊഡക്റ്റാണ്. അപ്പോൾ നിങ്ങൾ വരിക, വന്നിട്ട് വേണമെങ്കിൽ മെഷീൻ ഒന്ന് നോക്കുക. മേടിക്കണമെന്നില്ലല്ലോ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏത് മെഷീനും നിങ്ങൾക്ക് കാണാവുന്നതാണ്. കണ്ട് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഞാൻ പറയുന്നു, നെയിലിൻ്റെ കാര്യങ്ങളിൽ വളരെ അഗ്രസീവായിട്ട് നിങ്ങൾ ബിസിനസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ, ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ടും ഈ മെഷീൻ നിങ്ങൾക്കൊരു മുതൽക്കൂട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ ഞങ്ങളുടെ വീഡിയോയുടെ താഴെ അത് പറയുക. ഇത്തരത്തിലുള്ള മെഷീനറീസ് കൂടുതൽ നമുക്ക് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് കാണാൻ താല്പര്യമുള്ള മെഷീനറീസ്, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങളാണ് നമ്മൾ ഉറപ്പായിട്ടും ഇതേപോലെ ഡെമോ ആയിട്ടോ അല്ലെങ്കിൽ ഒരു മെഷീനെ കുറിച്ചിട്ട് ചെറിയ കാര്യങ്ങൾ, നമ്മളാൽ കഴിയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ചെറിയ സമയത്തിനുള്ളിൽ കാണിച്ചു തരാൻ പറ്റും. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരത്തേക്കും തൽക്കാലം ബൈ. Thank you.